ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലം ആണ്. ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോസ് വി ആർ ഗിവൺ എ പ്രോഗ്രാം ലൈക്ക് ദിസ്. അപ്പം നമുക്കിങ്ങനെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോഗ്രാമിന് കറസ്പോണ്ടിങ് അസംബ്ലറിന് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഒബ്ജക്റ്റ് കോഡുകൾ ജനറേറ്റ് ചെയ്യണം. STLന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 14 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഓപ്പ് ടാബിൽ നിന്ന് കിട്ടും. റിട്ടേൺ അഡ്രസ്സ് എന്ന് പറയുന്ന സാധനം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റിട്ടേൺ അഡ്രസ്സ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തൊട്ട് മുമ്പ് ഈ പ്രോഗ്രാമിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിന് തൊട്ട് മുമ്പ് കോപ്പി സ്റ്റാർട്ട് 1000 ഉള്ളൂ. കോപ്പി സ്റ്റാർട്ട് 1000 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഒരു അസംബ്ലർ ഡയറക്ടറിയോ ലെഫ്റ്റ് സൈഡിൽ പ്രോഗ്രാം നെയിമും റൈറ്റ് സൈഡിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ട അഡ്രസ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് STL റിട്ടേൺ അഡ്രസ്സ് എന്ന് പറയുമ്പം അതിൻ്റെ ഓപ്പ് കോഡ് ഫീൽഡിൽ STLും ഓപ്പ് ടാബിൽ ഓപ്പറാൻഡിൽ റിട്ടേൺ അഡ്രസ്സോ കിടക്കുന്നത്. ഓപ്പറാൻഡിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഒബ്ജക്റ്റ് കോഡ് ആക്കേണ്ടത്. അപ്പോൾ ഓപ്പറാൻഡ് എന്ന് പറയുന്ന റിട്ടേൺ അഡ്രസ്സ് ഇപ്പം അറിയാൻ മേല. അതുകൊണ്ട് 14 മാത്രമേ നമുക്ക് ഓപ്പ് ടാബിൽ നിന്ന് കിട്ടത്തുള്ളൂ. റിട്ടേൺ അഡ്രസ്സിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. അതേപോലെ JSub റീഡ് എന്ന് കാണുമ്പോൾ JSub എന്ന് പറയുന്നത് ഓപ്പ് കോഡ് ആയതുകൊണ്ട് ഓപ്പ് ടാബിൽ നിന്ന് കിട്ടും. റീഡ് റെക്കോർഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുമോ? ഇല്ല. അപ്പം ഈ പ്രശ്നം പക്ഷേ അത് പിന്നീട് താഴെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. സാധാരണ SICയിലെ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം ഡെഫിനിഷൻസ് ആദ്യവും ഡേറ്റ കോൺസ്റ്റൻറ്റ് ഡെഫിനിഷൻ താഴെയുമാണ്. അപ്പോൾ നോർമലി നമ്മളിത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഈ മെഷീൻ ലാംഗ്വേജ് 141033 എന്നുള്ള ഒരു ഒബ്ജക്റ്റ് കോഡ് നമുക്ക് ഒരിക്കലും ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തുവാണെന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. ഓക്കെ, അപ്പം അതിനെന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനെയാണ് നമ്മൾ ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലം എന്ന് പറയുന്നത്. കാരണം ആ ഓപ്പറാൻഡിൻ്റെ റെഫറൻസ് പിന്നീടാണ് പ്രോഗ്രാമിൽ വരുന്നത്. അപ്പം നമ്മുടെ പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടത്തില്ല. അതേസമയം നമുക്ക് ഒന്നിൽ കൂടുതൽ പാസ് ഉണ്ടായിരുന്നുവെങ്കിൽ താഴെ അതിൻ്റെ ഡെഫിനിഷൻ വരുമ്പം നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുമായിരുന്നു. അപ്പോൾ ഈ പ്രശ്നത്തിനെയാണ് നമ്മൾ ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലം അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസംബ്ലർ 2 പാസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു.